മൈലേജിലും പെർഫോമൻസിലും സേഫ്റ്റിയിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ലാത്ത ഒരു ബൈ ഫ്യൂൽ ഓപ്ഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. CNG അഥവാ കംപ്രസഡ് നാച്ചുറൽ ഗ്യാസ്. സ്വാഭാവികമായിട്ടും പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം, എന്തുകൊണ്ട് അതല്ലെങ്കിൽ എന്തിന് CNG കാറുകൾ എടുക്കണമെന്നുള്ളത്. ചിലപ്പോൾ സേഫ്റ്റി ആവാം, മൈലേജ് ആവാം, അതല്ലെങ്കിൽ പെർഫോമൻസും ആവാം. ഒരു പുതിയ വാഹനം എടുക്കുന്ന ഏതൊരാൾക്കുമുള്ള ഫസ്റ്റ് ഒരു കൺസേൺ ഉള്ളത് അതിന് കിട്ടുന്ന മൈലേജ് ആണ്. ഏത് വാഹനമാണോ അദ്ദേഹം ചൂസ് ചെയ്യുന്നത് അതിന്റെ മൈലേജ് ആണ്. പക്ഷെ CNG ആണ് അവർ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എത്രയാണോ നിലവിൽ മൈലേജ് കിട്ടുന്നത് അതിന്റെ 40 to 50% അഡീഷണൽ മൈലേജ് ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിന് അദ്ദേഹം എടുക്കുന്ന ഒരു വാഹനം 20 ആണ് മൈലേജ് കമ്പനി പറയുന്നതെന്നുണ്ടെങ്കിൽ CNGയിലാണ് അത് ഓടുന്നതെന്നുണ്ടെങ്കിൽ, CNG വാഹനമാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനൊരു 30 and above മൈലേജ് അദ്ദേഹത്തിന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് പെർഫോമൻസിലെ കാര്യത്തിലും. റണ്ണിങ് സമയത്ത് നമുക്ക് യാതൊരുവിധ ലാഗിങ്ങോ കാര്യങ്ങളൊന്നും അനുഭവപ്പെടുന്നില്ല. മാത്രവുമല്ല ഇതൊരു ബൈ ഫ്യൂൽ ഓപ്ഷൻ ആയത് കാരണം തന്നെ നമുക്ക് പെട്രോളിലും CNGയിലും മാറ്റി ഓടിക്കാവുന്നതാണ്. ഇനി സേഫ്റ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളിനേക്കാളും ഡീസലിനേക്കാളും എത്രയോ സേഫാണ് CNG. മാത്രവുമല്ല അന്തരീക്ഷ വായുവിനേക്കാൾ വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ ഇത് കത്തിപ്പിടിക്കാനുള്ള ചാൻസും വളരെ കുറവാണ്.